ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ഫോസോസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിലെ തിരക്കും കുട്ടികൾക്ക് പനിയും പ്രശ്നങ്ങളും ഓരോന്നായിരുന്നു. അപ്പം മഴ നന്നായിട്ട് തന്നെയുണ്ട് കേട്ടോ കൊച്ചിയിൽ. അപ്പോൾ എല്ലായിടത്തും മഴ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എല്ലാവരും കെയർ ചെയ്യുക. പനിയും പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഹെൽത്ത് കെയർ ചെയ്യുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇങ്ങനെ പറയണമെന്ന് ആലോചിക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം ഗ്യാപ്പ് വന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കുറേ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും തന്നെ കാണുന്നൊരു സോഷ്യൽ മീഡിയ ആണട്ടെ, വാർത്തയാണട്ടെ, എല്ലാം ഏത് നോക്കിയാലും കുറേ നാളായിട്ട് കാണുന്നൊരു സംഭവമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ കുറേ വലിച്ചു നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കണില്ല. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കണം തോന്നി. എൻ്റെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് കേട്ടോട്ടെ എന്ന് കരുതി. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് എന്താ പറയുക, ഇതിനെക്കുറിച്ചിട്ട് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. അപ്പോൾ എന്താ പറയുക, സ്ത്രീധനം, പീഡനം, ഡിപ്രഷൻ, അപ്പോൾ അങ്ങനെ കുറേ കാരണം ആത്മഹത്യ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ കൂടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ, ഇതിപ്പോൾ പ്രായമൊന്നുമില്ല ആത്മഹത്യയ്ക്ക്. അതായത് വിവാഹം കഴിച്ചു കഴിഞ്ഞ ആൾക്കാരുണ്ട്, ഒരു 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കണ കുട്ടികൾ പോലും ആത്മഹത്യ ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിലുള്ളത്. അപ്പോൾ എന്താ പറയുക, ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനൊരു പരിഹാരമല്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, എല്ലാവരും പറയുന്ന പോലെ തന്നെ. സോ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഒരു ജീവിതത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഒളിച്ചോട്ടം, എന്നേക്കുമായിട്ടുള്ളൊരു ഒളിച്ചോട്ടമാണ് ആത്മഹത്യ എന്ന് പറയുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ആത്മഹത്യ എന്തിനു വേണ്ടിയുള്ളതാണ്, എന്തിനാണ് ആത്മഹത്യ അല്ലേ. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം അല്ലേ? നമുക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാവുക. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന അത്രയും വേണ്ടപ്പെട്ടവർക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളെ കുത്തി നോവിച്ചവർക്കോ അല്ലെങ്കിൽ നമ്മളെ ആട്ടി പായിക്കുന്നവർക്കോ നമ്മളെ പഴി പറയുന്നവർക്കോ ഒന്നും നമ്മുടെ ആത്മഹത്യ കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരുടെ ലൈഫിലൊന്നും നഷ്ടപ്പെടാനുമില്ല. സോ എനിക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ അധികവും കാണുന്നത് ഈ ആത്മഹത്യ ചെയ്യുന്നത് പെൺകുട്ടികൾ അധികവും ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞ് പോയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ഇവർ ഈ സ്ത്രീധനത്തിൻ്റെ പേരിലാണ് അധികവും ആത്മഹത്യ ചെയ്ത് കാണും. അപ്പോൾ എന്താ പറയുക, സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും വളരെയധികം കുറ്റകരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഇന്ത്യയിൽ. അപ്പം ഈ 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, അത് പ്രകാരം ഇന്ത്യയിൽ, അതായത് നമ്മുടെ കേന്ദ്രം ഇന്ത്യയിൽ സ്ത്രീധനം ചോദിക്കുന്നതും വാങ്ങുന്നതും തെറ്റായ ഒരു കാര്യം ആണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത് എല്ലാവരും അറിയുന്ന ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മിസോറാം, മണിപ്പൂർ, മേഘാലയ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പം ഈ സ്ത്രീധന നിരോധനം നിലനിന്ന് പോരുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ചില വടക്കൻ ജില്ലകളിലെ ചില സ്ഥലങ്ങളിൽ എന്താ പറയുക, സ്ത്രീധനം വാങ്ങുന്നില്ല, അത് നിരോധിച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. അത് എത്രമാത്രം ഇത് പ്രായോഗികമായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. സോ അതുപോലെ തന്നെ ഇതിൻ്റെ പേരിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾക്ക് എന്താ പറയുക, സ്വമേധയാ വീട്ടുകാർ മുഖേനയോ നമുക്ക് പരാതിപ്പെടാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ഭയപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല. അപ്പോൾ മുൻപോട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക്, അതായത് ജീവിത സാഹചര്യത്തിലാണ് ഈ മാനസികമായിട്ട് നമ്മൾ ഡിപ്രസ്ഡായി പോകുമ്പോഴാണ് നമ്മൾ ഈ പലരും ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരുമാതിരി എല്ലാ പെൺകുട്ടികളും തന്നെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും. അതിനുശേഷം അവരെ കൊണ്ട് പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മിക്കവാറും എല്ലാ പെൺകുട്ടികളും തന്നെ സ്വന്തം വീട്ടിൽ ഇത് ഷെയർ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷെയർ ചെയ്യാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. അപ്പം
ഇങ്ങനെ ഷെയർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് മാക്സിമം അവരുടെ വീട്ടുകാർ ആ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് പറയാനുള്ളത്. സപ്പോർട്ട് ചെയ്യാത്തൊരു സിറ്റുവേഷനിൽ അവരെ മനസ്സിലാക്കാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും അവർ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ബിക്കോസ് പ്രശ്നങ്ങൾ ചില കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സ്വയമേ എന്താ പറയുക, നമുക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴായിരിക്കുമല്ലോ അവർ പേരൻസിനെ ഹെൽപ്പ് ചോദിക്കുന്നത്. സോ അപ്പം തീർച്ചയായിട്ടും പേരൻസ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ അയലുകാരെയോ അല്ലെങ്കിൽ ബന്ധുക്കാരെയോ അല്ലെങ്കിൽ എന്താണ് കമ്മിറ്റിക്കാരെയോ മതത്തിലുള്ളവരെയോ പള്ളിക്കാരെയോ അമ്പലക്കാരെയോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരെയോ ഒന്നും നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ ഇതിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവരരുത്. ബിക്കോസ് അവരൊക്കെ ഒരു നല്ല കാലത്ത് അല്ലെങ്കിൽ ഇത്രയും സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടു എന്നിട്ട് അതാ വീട്ടിൽ വന്നിപ്പോഴും ആ ഒരു സിറ്റുവേഷൻ ഓർത്തിട്ടായിരിക്കും അങ്ങനെ പറയുന്നുള്ള സിറ്റുവേഷൻ പേടിച്ചിട്ടായിരിക്കും മിക്ക പേരൻസും എന്താണ് ഈ ഒരു കാര്യം വരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. സോ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നിങ്ങളുടെ മക്കൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പൊതുസമൂഹത്തിനെ നിങ്ങൾ നോക്കാതിരിക്കുക. അവർ പൊതുസമൂഹം എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ മാച്ചിൽ കമൻട്രി പറഞ്ഞ് കേൾക്കുന്ന ഗ്യാലറിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. നല്ലത് വന്നു കഴിഞ്ഞാലും അവർ പറയും, മോശം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അവർ പറയും. ഈ ഒരു രണ്ട് സിറ്റുവേഷൻ്റെയും ഇടയ്ക്ക് ഉള്ള കാര്യങ്ങൾ അവർ മൈൻഡ് ചെയ്യാറില്ല. സോ അപ്പോൾ പൊതുസമൂഹത്തിനെ ആരും മൈൻഡ് ചെയ്യാതിരിക്കുക. അവർ പറയുന്നത് പറഞ്ഞോട്ടെ, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പോൾ തന്നെ യൂട്യൂബിലും നിങ്ങൾ വാർത്താ ചാനലും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ നല്ലൊരു വീഡിയോ ആണെങ്കിലും മോശം വീഡിയോ ആയാലും ആ വീഡിയോയ്ക്ക് താഴെ നല്ല രീതിയിൽ കമൻസ് ഇടുന്നവരുണ്ട്, മോശം രീതിയിൽ കമൻസ് ഇടുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. സോ അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ചും സ്ത്രീധനത്തിൻ്റെ കാര്യത്തിൽ പേരൻസ് ഒപ്പം സ്ത്രീധനത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പേരൻസ് ഒപ്പം നിൽക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ, ചിലരാണെന്നുണ്ടെങ്കിൽ കുട്ടികളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലർ മക്കളെ ഓർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ചിലരാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് വേണ്ടിയിട്ട് മക്കളെ ഓർത്തിട്ട് ഇത് വേണ്ട, എനിക്ക് പറ്റില്ല എന്ന് എഴുതി ഒഴിവാക്കി തന്നെ പോരുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കി പോരുന്നത് തന്നെയാണ് നല്ലത്. സോ അതിനാണ് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ആർക്കും ബുദ്ധിമുട്ടില്ല, പറ്റില്ല, വിട്ട് കളഞ്ഞേക്ക്. സോ അതല്ലേ നല്ലത്. നമ്മളെക്കൊണ്ട് ആരോഗ്യവും നമുക്ക് വിദ്യാഭ്യാസവും നമുക്ക് ജോലി ചെയ്യാനുള്ള കഴിവുണ്ടോ, എവിടെയും തോറ്റു കൊടുക്കരുത്. തോറ്റു കൊടുത്തോ എനിക്ക് പറ്റില്ല, ഞാനിതാ പോവാണ്, നിനക്കും വേണ്ട എനിക്കും വേണ്ട എന്നുള്ള രീതിയിൽ എവിടെ എത്തിപ്പെടാത്ത നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ആർക്കാണ് പോകുന്നത് എന്നുള്ളത് ചിന്തിച്ച് നോക്കുക. സോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആരും ആത്മഹത്യയ്ക്ക് മുതിരാതിരിക്കുക. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് 1, 2, 3 വട്ടം ആലോചിച്ച് നോക്കുക. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നഷ്ടപ്പെടത്തില്ല, സ്വയം നഷ്ടപ്പെടും. പിന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ നഷ്ടപ്പെടും. അത്രേ സംഭവിക്കുകയുള്ളൂ. ഇപ്പം നമ്മളെ കുറ്റം പറയുന്നവർക്കും നമ്മളെ വെറുപ്പിക്കുന്നവർക്കും നെഞ്ചിൽ കത്തി കുത്തി ഇറക്കാമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയുന്നവർക്ക് ഇപ്പം നമ്മൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ 1-2 ദിവസം പേടിക്കും. അല്ലെങ്കിൽ 1-2 ദിവസം എന്നെ എല്ലാവരും കുറ്റക്കാരിയായി കാണുമോ, അല്ലെങ്കിൽ ഞാൻ തെറ്റുകാരിയാണോ എന്നൊക്കെ കരുതി അവർക്ക് ചിലപ്പോൾ 2 ദിവസം പേടി കാണും. അല്ലാതെ ഒരിക്കലും അവർ നമുക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കില്ല. സോ അപ്പോൾ ആരും ലൈഫ് ഒരിടത്തും വെച്ച് അവസാനിപ്പിക്കാതിരിക്കുക. എന്നാലും ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉണ്ടാവും. സോ അപ്പോൾ മരിക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ സ്വയം മരിക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരിക്കലും പാതി വഴിയിൽ വെച്ച് ജീവൻ അവസാനിപ്പിക്കാതിരിക്കുക. മാക്സിമം നമുക്ക് ഒരു വിൽ പവർ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആത്മഹത്യയിലേക്ക് പോകുന്നത്. നമ്മുടെ വിൽ പവർ എന്താണെന്നുള്ളത് നമ്മൾ തന്നെ വേണം കണ്ടെത്താൻ. ഇപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എല്ലാവരും ചോദിക്കും, ആരാണ് നിൻ്റെ റോൾ മോഡൽ ചോദിക്കലുണ്ട്. അപ്പോൾ എനിക്കൊക്കെ പണ്ട് പഠിക്കുന്ന കാലത്ത് എല്ലാവരും ഇങ്ങനെ പറയും, ഓരോ സയൻറ്റിസ്റ്റിൻ്റെ പേര്, അങ്ങനെ ഓരോരുത്തർ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര്.
സോ അപ്പോൾ അന്ന് ഞാനും ഇങ്ങനെ ഒരാളെ കണ്ടെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റോൾ മോഡൽ അതാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈഫും അവരുടെ ലൈഫും തമ്മിലൊരു കമ്പാരിസൺ നമ്മൾ തന്നെ ചെയ്യും. സോ അങ്ങനെ ഞാൻ എല്ലാവരും ചെയ്തത് എനിക്കറിയില്ല, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ റോൾ മോഡലുണ്ടല്ലോ, നമ്മുടെ റോൾ മോഡലാക്കി നമ്മൾ വെച്ചിരിക്കുന്ന ഒരാളും നമ്മുടെ ലൈഫും, അപ്പോൾ എവിടെ ഒരു കണക്ഷൻ ഇല്ലല്ലോ എന്ന് തന്നെ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ തന്നെ എൻ്റെ റോൾ മോഡൽ ഞാൻ തന്നെ ആക്കി. ഇപ്പോൾ എൻ്റെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ റോൾ മോഡൽ ഞാൻ തന്നെയാണ്. സോ എനിക്ക് ആരെയും എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആരെയും പ്രീതിപ്പെടുത്തി ജീവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ റോൾ മോഡൽ നമ്മൾ തന്നെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ശക്തി എന്താണെന്നുള്ളത് നമ്മളാണ് അന്വേഷിച്ചറിയേണ്ടത്. സോ എല്ലാവർക്കും ഒരു പവർ ഉണ്ടാവും. ആ പവർ എന്താണെന്നുള്ളത് എല്ലാവരും സ്വയം എന്താ പറയുക, സ്വയം അറിയണം. സ്വയം അറിയുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ പറയുക, എന്ത് വന്നാലും മുന്നിട്ടിറങ്ങി നേരിടുക എന്നുള്ളൊരു വാശിയുണ്ടല്ലോ. അപ്പോൾ ആ വാശി എല്ലാ പെൺകുട്ടികൾക്കും വേണം, ആൺകുട്ടികൾക്കും വേണം. ഇപ്പം ആത്മഹത്യ ചെയ്യുന്നതിൽ ഇപ്പോൾ പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ്. അപ്പോൾ ഒരു വൈഫ് ആൻഡ് ഹസ്ബൻഡാണ്. അപ്പോൾ ആ പെൺകുട്ടി ജോലി തേടി വിദേശത്തേക്ക് പോയി. അപ്പോൾ നാട്ടിലായിരുന്ന സമയത്ത് ഒരു നാടൻ പെൺകുട്ടിയെ പോലെയൊക്കെ നടന്നിരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ വിദേശത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോയി. ഡ്രസ്സിങ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും അവിടുത്തെ ഒരു ഇതിലേക്ക് പോയി. അപ്പോൾ ഹസ്ബൻഡിന് സഹിക്കാൻ പറ്റിയില്ല, എന്തൊക്കെയോ ക്ലാഷ് ഉണ്ടായി. ആ ഹസ്ബൻഡ് തൂങ്ങി മരിച്ചു. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ പെൺകുട്ടിക്കോ ആൺകുട്ടിയൊന്നും ആത്മഹത്യ ചെയ്യുന്നതിൽ വ്യത്യാസമില്ല. അപ്പം ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ചിന്തിക്കുക, ഞാൻ ആത്മഹത്യ ചെയ്താൽ എനിക്കെന്താണ് ഗുണം, ആർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള എല്ലാവരും ചിന്തിക്കുക. സോ ആരും ആത്മഹത്യ ചെയ്യാതിരിക്കുക. പിന്നെ എന്താ പറയുക, എല്ലാവരുടെയും ലൈഫ് 100% സക്സസ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ അത് എവിടെ തുടങ്ങി എവിടെ എത്തിക്കണം എന്നുള്ളതും അതിൻ്റെ കൺട്രോളും നമ്മുടെ കൈകളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ് പറയുക, നമ്മളൊരു പാവകളിയിൽ നമ്മൾ ഒരു പാവയെ പോലായി മാറാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ചരട് വേറെ വല്ലവരെ ഏൽപ്പിച്ചിട്ട് ഒരു കളിക്കായിട്ട് ഇങ്ങനെ ഒരു പാവനെ പോലെ ഇങ്ങനെ ആടി തീർത്തുകൊണ്ടിരിക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ചരട്, അതായത് നമ്മുടെ ലൈഫിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം. സോ അങ്ങനെ അല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമുക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞെന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പം ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചിലർക്കുണ്ടാവും നമ്മുടെ ലൈഫിൽ നമുക്കൊരു കൺട്രോളും ഇല്ലാതായി മാറുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. സോ അങ്ങനെ ആയി പോവാതിരിക്കുക, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക. പിന്നെന്താ പറയുക, എല്ലാവർക്കും അവനവൻ്റേതായിട്ടുള്ളൊരു പ്രൈവസി ലൈഫ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. പ്രൈവസി ലൈഫ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ട രീതിയിൽ പഠിക്കാൻ, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ, ഇഷ്ടപ്പെട്ട സ്ഥലത്ത് യാത്ര ചെയ്യാൻ, ഇഷ്ടപ്പെട്ട രീതിയിൽ മേക്കപ്പ് ചെയ്യാൻ, ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് യാത്ര ചെയ്യാൻ, അവർക്ക് വണ്ടി, അങ്ങനെ പല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മനസ്സിൽ ഓരോരുടെ ഇഷ്ടങ്ങളാണ്. സോ എന്താ പറയുക, ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്, അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പം എല്ലാവരും ഓരോ ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, ഓരോ അച്ഛൻ്റെ അമ്മയുടെ മക്കളാണ് എല്ലാവരും. അപ്പോൾ ഇപ്പം എല്ലാവരും മനസ്സിലാക്കി കൊള്ളണമെന്നില്ല. അപ്പം കുറേയൊക്കെ വരെ എല്ലാവരും പരസ്പരം അവരവരുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഇഷ്ടപ്പെട്ട എന്താ പറയുക, മതം സ്വീകരിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം, അങ്ങനെ ഓരോന്നിനും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സോ അങ്ങനെയുള്ള രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ള നിയമങ്ങൾക്കൊരു പുല്ലുവിലയും ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് വളരെയധികം മോശവുമാണ്. നമ്മൾ ഈ നിയമങ്ങളെക്കുറിച്ചൊക്കെ കുറേ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അപ്പം എല്ലാവരും വെറുതെ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കാതെ ഇങ്ങനെയുള്ള ടൈമുകൾ വെറുതെ വേസ്റ്റായി കളയാതെ ഇങ്ങനെയുള്ള കുറേ നിയമങ്ങളെക്കുറിച്ചിട്ട് എല്ലാം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ പറയുക, കുറേയൊക്കെ നമ്മൾ നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കി വെക്കുക. അപ്പം വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും എന്താ പറയുക, ഒരു ഇഷ്ടങ്ങളും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല.
അപ്പം ബുക്കുകൾ വായിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഫ്രീ ടൈമിൽ കിട്ടും ബുക്കുകൾ വായിക്കുക. ബുക്കുകളില്ലാത്തവർ ഇപ്പം കുറേ പൈസയൊക്കെ നിങ്ങൾ വെറുതെ കളയാനുണ്ടാവില്ല. അപ്പം സംതിങ് ഒരു 100 രൂപ 200 രൂപ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം കൂട്ടി വെച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസം 4 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3-4 ബുക്കുകൾ വാങ്ങാം. അപ്പോൾ അത് നിങ്ങൾ വാങ്ങി വെക്കുക, ഫ്രീ ടൈം കിട്ടുമ്പോൾ വായിക്കുക. രാത്രി ഉറക്കം വരുന്നില്ല, കുറച്ച് നേരം എണ്ണീറ്റിരുന്ന് ബുക്ക് വായിക്കാം, അങ്ങനെ വിചാരിച്ചോ. അപ്പം അതല്ല, ഗാർഡനിങ് ഇഷ്ടമുള്ള ആൾക്കാർ ചെടികൾ നടുക, അല്ലെങ്കിൽ നോവൽ എഴുതാനുള്ള ആൾക്കാർ നോവൽ എഴുതുക, കവിത എഴുതുക. പിന്നെന്താ പറയുക, പെറ്റ്സിനെ ഇഷ്ടമുള്ള ആൾക്കാരെ പെറ്റ്സിനെ ഇതാക്കുക. കുക്കറി ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അതിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ എന്താ, ക്രാഫ്റ്റുകൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. സോ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളതിന് സമയം കണ്ടെത്തുക. നമ്മുടെ ഫ്രീ ടൈം ഉണ്ടാവുമല്ലോ. വെറുതെ ഉറങ്ങി, എന്താ പറയുക, വെറുതെ കിടന്ന് ഉറങ്ങി, വെറുതെ കുറേ ഇങ്ങനെ കുറേ അനാവശ്യമായിട്ടുള്ള കുറേ ഫോണിൽ ഇങ്ങനെ കുറേ കഥകളും കണ്ട് അങ്ങനെയൊക്കെ കളയാതെ, അങ്ങനെ വെറുതെ ടൈം വെറുതെ വേസ്റ്റായി കളയാതെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ സമയം കണ്ടെത്തുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു മനസ്സിൽ നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും. ഓ, ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, നല്ലതാണ്. അപ്പോൾ എല്ലാവരും അതിനും കൂടി സമയം കണ്ടെത്തുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ കുറേ നാൾ മുൻപ് ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പം കുറേ ദിവസമായിട്ട് കുറച്ച് ഫ്രീ ടൈം ഇപ്പം 3-4 ദിവസമായിട്ട് കിട്ടണില്ല. ഇപ്പോൾ രാത്രി ഞാൻ ചില ദിവസമൊക്കെ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഞാൻ ബുക്ക് വായിച്ചിരിക്കലുണ്ട്. പിന്നെ എനിക്ക് ഗാർഡൻ സ്പേസ് അധികം ഇല്ലാത്തതുകൊണ്ട് എനിക്കിഷ്ടമാണ് കുറേ വർക്കുകൾ ചെയ്യാൻ ഇഷ്ടമാണ്. അതായത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എഴുതി ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ശരിയാക്കലുണ്ട്. പിന്നെ എന്താ പറയുക, ബുക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. ചെറുപ്പം മുതലേ ബുക്സ് ഒരുപാട് വായിക്കലുണ്ട്. പിന്നെ പണ്ടത്തെ സമയത്തൊക്കെ കുറേ നോവൽസ് വായിക്കും. പിന്നെ കവിത എഴുതലുണ്ടായിരുന്നു. പിന്നെന്താ, ക്രാഫ്റ്റ് വർക്കുകൾ, അങ്ങനത്തെ കുറേ ഹോബീസ് ഉണ്ടായിരുന്നു. പെയിൻറ്റിങ്സ്, ഡ്രോയിങ്സ്. സോ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ളത് റീഡിങ് തന്നെയാണ്. ബുക്സ് റീഡ് ചെയ്യലുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആളെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദലൈലാമയാണ്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. 2 ബുക്കുകൾ മിസ്സിങ് ആയി. അപ്പോൾ ഈ ബുക്കാണ്. ഈ ബുക്കുകൾ എല്ലാവരും ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ആരും കാണുന്നുണ്ടോ? ദലൈലാമ ജീവിതാനന്ദം എന്ന് പറയുന്നത്, ഹിസ് ഹോളിനസ് ദലൈലാമ ഓൺ ലൈഫ് ലിവിങ് ആൻഡ് ഹാപ്പിനെസ്. ഈ ബുക്കാണ് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് വാങ്ങിയിട്ട് ഒത്തിരി വർഷമായതാണ് കേട്ടോ. അതായത് ഞാൻ പറയാം, ഞാൻ ഈ ബുക്ക് വാങ്ങിയത് 2016 കേട്ടോ. അപ്പോൾ 2016 വാങ്ങിയൊരു ബുക്കാണിത്. അപ്പം ഇപ്പോഴിത് വായിച്ച് തീർന്നിട്ടില്ല, എനിക്ക് സമയം കിട്ടുമ്പോൾ കുറച്ച് വർഷമായിട്ട്. അതുപോലെ തന്നെ കുറേ ബുക്സുകളുണ്ട്, സമയം കിട്ടുമ്പോൾ ഓരോ ബുക്കിനെയും കുറച്ച് വർഷമായിട്ടാണ് വായിച്ച് തീർക്കൽ. അപ്പോൾ ഞാനിപ്പോൾ ഈ ബുക്ക് എന്തിനാണ് എടുത്തുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ, ഈ ബുക്കിൻ്റെ ഉള്ളിൽ എഴുതിയതൊന്നുമല്ല, ഈ ബുക്കിൻ്റെ പിന്നിലൊരു സംഭവമുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. അതായത്, സമുദ്രത്തിൽ തിരകൾ വന്നും പോയിരിക്കും. ചിലപ്പോൾ അത് അലറി വിളിച്ച് ആഞ്ഞടിച്ച് ഉയർന്നു വരും. പക്ഷേ സമുദ്രത്തിനടിയിൽ എല്ലാം ശാന്തമാണ്. അറിവ്, അവബോധം, അനുഭവജ്ഞാനം എന്നിവയുടെ സഹായത്താൽ നിങ്ങളുടെ മനസ്സിനെ ശാന്തവും ശക്തവുമായി നിലനിർത്തും. ഇതാണ് കേട്ടോ ഞാനിപ്പോൾ വായിച്ച ഒരു ഇതെന്ന് പറയണത്. അതായത് ഇതിൽ ഒരു ശരിക്കും ദലൈലാമ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മീയതയിൽ നിന്നാണ് ഒരുപാട് തോട്ട്സ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പോയിൻ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മളതിൽ നിന്ന് ആ ആശയത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. സോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒരു രീതി എന്ന് വെച്ചാൽ നമ്മളെ തന്നെ നമ്മൾ റോൾ മോഡൽസ് ആക്കുക. നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാവും. സോ ഒരു പരിധി വരെ നമ്മൾ ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കുക. സോ അല്ലാതെ ആരും ആത്മഹത്യയിലേക്ക് പോയി ചാടരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ, നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ മനസ്സിലാക്കി ഒരു പരിധി വരെ നമുക്ക് വേണ്ടി ജീവിച്ചാൽ എന്താ പറയുക, നമുക്ക് സമാധാനമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ അപ്പോൾ എന്താ പറയുക, എല്ലാവരുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കി തന്നെ ജീവിക്കുക, അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. സോ അടുത്തൊരു എപ്പിസോഡ് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ ടൈം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു എപ്പിസോഡായിട്ട് ഞാൻ ഉടനെ വരും.
സോ അപ്പോൾ എല്ലാവരും ഫോർ സോൾസ് ലൈഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, തുടർന്നും ഈ വീഡിയോസും കാണണം. സോ എല്ലാവർക്കും ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാം.